അവിടെ നിന്ന് നമുക്ക് ചിലപ്പോൾ ക്രൗഡ് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള കാരണം കൊണ്ടാണ് നമ്മൾ പരിപാടി ഇങ്ങോട്ട് മാറ്റിയത്. ഇപ്പോൾ ഇവിടെ ക്രൗഡ് കണ്ടോ? അപ്പോൾ കഴിഞ്ഞ ദിവസം ബേസിൽ അവിടെ കോട്ടയത്ത് ഒരു വെറുതെ ഷോപ്പിങ്ങിന് പോയപ്പോൾ തന്നെ അവിടെ ഇച്ചിരി തിരക്കൊക്കെ കൂടി. അത് അപ്പോൾ അങ്ങനെ തിരക്ക് കൂടുമ്പോൾ നമുക്ക് സിനിമ പ്രമോട്ട് ചെയ്യണം എന്നേ ഉള്ളൂ. അതിൽ നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അത് പ്രമോട്ട് ചെയ്ത് പോകണം എന്നേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. എനിക്കൊന്ന് ചൊവ്വിനോട് ഒരു ഹായ് പറച്ചിൽ അത് അങ്ങേയറ്റമായിരുന്നു. You wanna try? Yes, okay, he's gonna try, guys. എന്നെ നാളെ നിർത്തണം, okay? Everybody? Hello? കറക്റ്റ്. ഒരുപാട് സന്തോഷം. ഇതിപ്പോൾ വളരെ ഷോർട്ട് നോട്ടീസിലാണ് നമ്മൾ കോട്ടയത്ത് നടക്കേണ്ടിയിരുന്ന ആ ഇവന്റ് നമ്മൾ കൊച്ചിയിൽ ഒരു ഹോളിലേക്ക് മാറ്റിയത്. അതവിടെ കുറച്ചധികം ആളുകൾ വന്നേക്കാം എന്നുള്ള കാരണം കൊണ്ട് അവിടെ നിന്ന് നമുക്ക് ചിലപ്പോൾ ക്രൗഡ് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള കാരണം കൊണ്ടാണ് നമ്മൾ പരിപാടി ഇങ്ങോട്ട് മാറ്റിയത്. ഇപ്പോൾ ഇവിടെ ക്രൗഡ് കണ്ടോ? അപ്പോൾ ഇന്ന് രാവിലെ ആണ് നമ്മളിത് അനൗൺസ് ചെയ്തത്. അപ്പോഴത്തേക്ക് ഇത്രയും ആളുകൾ ഇവിടെ ഒരു ഫംഗ്ഷന് വേണ്ടി വരികയും ഞങ്ങൾക്ക് ഇങ്ങനൊരു സപ്പോർട്ട് അറിയിക്കുകയും ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. കാര്യം ഇത് ഞങ്ങൾക്ക് തരുന്ന ഒരു പ്രതീക്ഷയുണ്ട്. കാര്യം ഞങ്ങൾ ഈ സിനിമ ഇപ്പോൾ അഖിലിൻ്റെ ഒരു 2020 മുതൽ അഖിൽ മനസ്സും സ്വപ്നം കാണുന്നൊരു സിനിമയാണ്. ആ സമയത്ത് ഞാൻ അതിനുശേഷം അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ റെഡിയായി ഞാൻ അജയൻ്റെ 2ാം വേർഷനും കാസർഗോഡ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഷോർട്ട് ഡിവിഷനൊക്കെ കഴിഞ്ഞ ഒരു സ്ക്രിപ്റ്റ് കൊണ്ടുവന്ന് തന്നിരുന്നു 2022 ഡിസംബറിൽ. അതിനുശേഷം പിന്നെ ഈ സിനിമയുടെ ഒരു ഫിലിം മേക്കിംഗ് പ്രോസസ്സ് നമുക്കൊരു 8-9 മാസം നീണ്ടു നിൽക്കുന്ന പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഇന്നലെ ഇതിൻ്റെ ഫൈനൽ മിക്സിംഗ് കൂടെ കഴിഞ്ഞ് അഖിൽ എനിക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഈ സിനിമ നല്ല റിസർച്ച് ചെയ്ത് നല്ലപോലെ അധ്വാനിച്ച് എല്ലാവരും ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. ഈ സിനിമയിൽ വിനയ് സാറുണ്ട്, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്ന അദ്ദേഹമാണ്. പിന്നെ തൃഷ മാമുണ്ട്, പിന്നെ ഷംബിത്തിലെ ചേട്ടനുണ്ട്, തുടങ്ങി അജുവേട്ടനുണ്ട്, പിന്നെ മേജർ രവി സാറുണ്ട്, അർച്ചന കാവി തുടങ്ങി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുള്ളതാണ്. പക്ഷെ അതിനേക്കാൾ ഒക്കെ മുകളിൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റിലും ഇതിൻ്റെ സ്ക്രീൻ പ്ലേയിലും ഇത് മേക്ക് ചെയ്തിരിക്കുന്ന രീതിയിലുമാണ് ഞാൻ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ അഖിൽ ജോർജ്, ഇതിൻ്റെ എഡിറ്റർ ചമൻ ചാക്കോ, ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ജെയ്ക്സ് ബിജോയ്, അവരൊക്കെ അവരുടെ ദി ബെസ്റ്റ് വർക്ക് ഇതിനകത്തേക്ക് പുട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ സിനിമയിൽ ഞങ്ങളുടെ പ്രതീക്ഷകളും ഞങ്ങളുടെ കോൺഫിഡൻസും വളരെയധികമാണ്. ഒപ്പം നിങ്ങളുടെ ഈ ക്രൗഡിൻ്റെ ഇത്രയും ക്രൗഡ് ഇവിടെ വരികയും ഇത്രയും സപ്പോർട്ടും ഞങ്ങൾക്ക് തരുന്നത് ഞങ്ങളുടെ കോൺഫിഡൻസ് കുറച്ചുകൂടെ കൂട്ടുകയാണ്, ഞങ്ങളുടെ പ്രതീക്ഷകൾ കൂട്ടുകയാണ്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കും ജനുവരി 2-ാം തീയതി നിങ്ങളൊക്കെ തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണും എന്നുള്ളത്. ആ പ്രതീക്ഷ തെറ്റില്ല എന്നുള്ള വിശ്വാസത്തോടെ എല്ലാവർക്കും എ വെരി ഹാപ്പി ന്യൂ ഇയർ ഞാൻ ആദ്യമേ ആശംസിക്കുന്നു. അടുത്ത ഒരു വർഷം നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും സമൃദ്ധിയും സമ്പന്നതയും തുടങ്ങിയ എല്ലാം തികഞ്ഞ വർഷമാവട്ടെ. തുടർന്ന് അങ്ങോട്ട് എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷങ്ങൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ സന്തോഷമാവാൻ ജനുവരി 2-ാം തീയതി ഐഡന്റിറ്റി സിനിമയ്ക്കും സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. ആക്ച്വലി ഇത് കുറേ നേരമായിട്ട് നിങ്ങളോട് എല്ലാവർക്കും ചെറിയൊരു ഇന്ററാക്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. സോ ഐ ആം പ്രിറ്റി ഷുവർ ദാറ്റ് കുറച്ച് പേർക്ക് ഒരു ക്വസ്റ്റ്യൻ റൗണ്ട് ഇവിടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ക്വിക്ക്ലി വി ഡോണ്ട് ഹാവ് മച്ച് ടൈം ഗൈസ്, വി ജസ്റ്റ് ഗോട്ട് 5 questions. അപ്പോൾ ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ യു കൻ റേസ് യുവർ ഹാൻഡ്സ് അപ്പ്, വി വിൽ ഡെഫിനറ്റ്ലി പാസ് ദ മൈക്ക് ടു യു. യെസ് അവിടെ ഒരു കുട്ടി മൈക്കിന് വേണ്ടി കൈയാട്ടിരിക്കാൻ. ജസ്റ്റ് പാസ് ദ മൈക്ക് പ്ലീസ്. മോളെ പേരൊന്ന് പറയണേ. ജസ്റ്റ് വേണ്ടി എന്റെ പേര് വിപിത എന്നാണ്. എന്റെ വീട് കോട്ടയത്താണ്. അപ്പൊ ഇത് കോട്ടയത്ത് വരുന്ന ലുലുവിൽ വരുന്ന ആൾക്കായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെയാണ്. എനിക്ക് അവിടെ വന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ എനിക്ക് വരാൻ പറ്റത്തില്ല. അപ്പൊ എന്റെ ഫ്രണ്ട്സൊക്കെ കുറെ പേര് വന്നത് എനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്ന്. അപ്പോഴാണ് ഉച്ചയ്ക്ക് എത്തുമ്പോൾ പെട്ടെന്ന് സ്റ്റോറിയിൽ കണ്ടത് ഇവിടെ വരുന്നുണ്ടല്ലോ. അങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നതാണ്. നീ കണ്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് എന്നെ പറയേണ്ടത് ഒരുപാട് സന്തോഷം വന്നതിൽ. അതിന്റെ ഞങ്ങൾ ആക്ച്വലി ഇന്നലെ രാത്രിയാണ് ഞാനും അറിയുന്നത്. കോട്ടയത്ത് ലുലുമോളിൽ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു പരിപാടി നടത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കാരണം
മറ്റൊന്നുമല്ല, കോട്ടയത്തുള്ള ആൾക്കാരുടെ സ്നേഹം കൊണ്ട് തന്നെയാണ്, അതൊരിക്കലും അവരുടെ തെറ്റുകൊണ്ടല്ല. കഴിഞ്ഞ ദിവസം ബേസിൽ അവിടെ കോട്ടയത്ത് ഒരു മോളിൽ വെറുതെ ഷോപ്പിങ്ങിന് പോയപ്പോൾ തന്നെ അവിടെ ഇച്ചിരി തിരക്കൊക്കെ കൂടി. അത് അപ്പോൾ അങ്ങനെ തിരക്കൊക്കെ കൂടുമ്പോൾ നമുക്ക് സിനിമ പ്രമോട്ട് ചെയ്യണം എന്നേ ഉള്ളൂ. അതിൽ നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അത് പ്രമോട്ട് ചെയ്ത് പോകണം എന്നേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. തല്ലുമാലയ്ക്ക് പോയ സമയത്താണെങ്കിലും അവിടുത്തെ ഹൈലൈറ്റുള്ള ഭയങ്കര തിരക്കാണ്, ഞങ്ങൾക്ക് പരിപാടി നടത്താൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് അവിടെ ആരുടെയെങ്കിലും ഒരു ചെറുവിരലിന്റെ നഖത്തിനൊരു പരിക്ക് പറ്റിയാൽ പോലും അത് എന്റെ ലൈഫ് ലോങ് എനിക്കിട്ട് ഓർമ്മയായിരിക്കും. അപ്പൊ അത് കോട്ടയത്ത് നമുക്ക് നേരത്തെ ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു. ഇന്നലെ രാത്രി അങ്ങനെ ഇൻഫർമേഷൻ കിട്ടി. പോലീസിന്റെ ഭാഗത്തുനിന്ന് അവിടെ അങ്ങനെ ഒരു ക്രൗഡ് ഉണ്ടാവരുത്, ചിലപ്പോൾ ഔട്ട് ഓഫ് കൺട്രോൾ പോയേക്കാം എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് നമുക്കത് മാറ്റി ഇവിടേക്ക് മാറ്റേണ്ടി വന്നത്. ഇമ്മീഡിയറ്റ്ലി തന്നെ ലുലു അവർ തന്നെയാണ് അവിടെ നിന്ന് മാറ്റി നമുക്ക് ഇങ്ങോട്ട് മാറ്റാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. വളരെ ഷോർട്ട് നോട്ടീസിലാണെങ്കിലും ഇത്ര എഫേർട്ട് എടുത്ത് വന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോട്, ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളിപ്പോ ജനുവരിയിൽ 2 നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ മൂവി റിലീസാണ്. അപ്പൊ ഇപ്പോ ടൊവിയുടെ ഐഡന്റിറ്റി വെച്ചിട്ട് ടൊവിനോ 2.2 എന്നൊക്കെ പറഞ്ഞ വീഡിയോസ് വൈറലാകുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ, കണ്ടു കാണാം. ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ടൊവിനോ 2.0 എന്ന് പറഞ്ഞ വീഡിയോസ് ഒക്കെ വൈറലാകുന്നുണ്ടല്ലോ. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഏത് വീഡിയോസ് ആണ്? ടൊവിനോ 2.0 എന്ന് പറഞ്ഞാൽ വേറെ ഒരു അപരൻ ഐഡന്റിറ്റി, ടൊവിനോയുടെ ഐഡന്റിറ്റി വെച്ചിട്ട് വേറെ ഒരു അപരൻ അങ്ങനെ വീഡിയോസ് ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ എന്താണ് അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ നമ്മളെ ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മളെ പറ്റിയിട്ട് ആൾക്കാർ എല്ലാ കാര്യങ്ങളും പറയുകയും നമ്മളെ പറ്റിയിട്ടൊക്കെ ഡിസ്കഷൻസ് ഉണ്ടാവുകയും ചെയ്യുന്നത്. അത് ഒരു സാധാരണ മനുഷ്യൻ, സാധാരണ ഹ്യൂമൻ ബീങ് എന്നുള്ളതിലേക്ക് എത്രത്തോളം സ്നേഹം കിട്ടിയാലും നമുക്കൊന്നും മതിയാവില്ല. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ സൂപ്പർമാൻ ആവണമെന്ന് ആഗ്രഹിച്ചത് അത് പറക്കാൻ പറ്റും എന്നുള്ളത് മാത്രമല്ല, സൂപ്പർമാനെ എല്ലാവർക്കും ഇഷ്ടമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതിന് പറ്റിയില്ല, അത് പറ്റില്ലല്ലോ. സ്വാഭാവികമായിട്ട് നമുക്ക് സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഇല്ല, സൂപ്പർമാൻ ആവാൻ പറ്റില്ല. പക്ഷെ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയ അന്ന് മുതൽ നമ്മളെയൊക്കെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയ അന്ന് മുതൽ വളരെ എന്താ പറയുക സന്തോഷം തരുന്ന അൺകണ്ടീഷണൽ ലവ് അത് അബണ്ടന്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഭയങ്കരമായിട്ടുള്ള സന്തോഷമുള്ള കാര്യമാണ്. അതിന് നമുക്ക് തിരിച്ച് ഓരോരുത്തർക്കും തരാൻ പറ്റുന്നത് എന്ന് പറയുന്നത് എന്റെ ഭാഗത്ത് ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം ഉണ്ടായിരിക്കും നല്ല നല്ല സിനിമകളിലായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട്. ഓരോരുത്തരോടും എനിക്ക് ചെയ്യാൻ പറ്റുന്ന തിരിച്ച് റിട്ടേൺ എനിക്ക് തരാൻ പറ്റുന്ന എന്റെ സ്നേഹമാണ് ഞാൻ സിനിമകളിലൂടെ നിങ്ങൾക്ക് തിരിച്ചു തരുന്നത്. Thank you very much, Toby. We have one more question, okay? അധികം ബുദ്ധിമുട്ടിക്കില്ല. ഒരു ക്വസ്റ്റ്യൻ കൂടി അവരെ ആർക്കോ ചോദിക്കാനുണ്ട്. So we can just pass the mic. Yes, അല്ല അവിടെ mic. Okay. പേരൊന്ന് പറയുന്നത്? എന്റെ പേര് ഉണ്ണിമായ നാഗേശ്വർ. ഹലോ ഉണ്ണിമായ. ആ. ഹലോ ഉണ്ണിമായ. ഹായ് സർ, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എക്സൈറ്റഡ് ആണ് സർ എല്ലാവരെയും കണ്ടത്. എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സാർ ഒരുപാട് ഹീറോയിൻസും ആയിട്ട് ഒരുപാട് മൂവീസ് ചെയ്തിട്ടുണ്ട്. സോ തൃഷ മാമുമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഇത് ഞാൻ പലതരം സിനിമകൾ ചെയ്തിട്ടുണ്ട്, പല ആളുകളോട് വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. എല്ലാം ഒരുപോലെ ഞാൻ ഓർക്കുന്ന എനിക്ക് വളരെ പ്രിയപ്പെട്ട ഓർമ്മകളാണ്. ഈ സിനിമയിലാണെങ്കിലും ഇപ്പോൾ വിദേശത്താണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അവര് മറ്റ് ഇൻഡസ്ട്രികളിൽ തിരക്കിട്ട് അഭിനയിക്കുന്ന ആൾക്കാർ ഈ സിനിമയുടെ സ്ക്രിപ്റ്റിൽ ആകർഷകരായിട്ടാണ് അവർ ഈ സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ സീനുകളുള്ളതും ഇവർ രണ്ടുപേരും കൂടെയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മൾ മലയാളത്തിൽ താരതമ്യേന ഒരു ചെറിയ ഇൻഡസ്ട്രിയാണ്. പല ഒരു എക്സ്ട്രാ ലാംഗ്വേജുകളൊക്കെ അങ്ങനത്തെ ഒപ്പലൻസിന്റെ ഒക്കെ കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ കുറച്ചുകൂടി ചെറിയ ഇൻഡസ്ട്രിയാണ്. പക്ഷേ ഇവർക്ക് മറ്റ് ഇൻഡസ്ട്രികളിൽ അങ്ങനെ വളരെ ഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇവിടെ വന്ന് നമ്മളുടെ കൂടെ കാര്യം ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു സിനിമ ഇത്ര ambitious ആയിട്ടുള്ള സിനിമ അച്ചീവ് ചെയ്യണമെങ്കിൽ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, പല കാര്യങ്ങളും ഓവർ കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം ചെയ്ത് ഋഷഭമായിട്ട് സാധാരണ നമ്മുടെ കൂടെ നിന്നു. അതിന്റെ റിസൾട്ടാണ് ഈ സിനിമ ഇപ്പോൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ ജനുവരി 2 പുറത്തേക്ക് ഇറങ്ങുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കഴിഞ്ഞ ക്രിസ്മസ് ഐഡന്റിറ്റിയുടെ സെറ്റിലായിരുന്നു. ഇത്തവണ ഇനിയിപ്പോൾ ന്യൂ ഇയറിന് നമുക്ക് അതുപോലെ തന്നെ ഈ വർഷത്തെ ന്യൂ ഇയറിൽ ഏറ്റവും വലിയ വിശേഷം ഇതാണ്. മിക്കവാറും റിലീസിനോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ റിലീസിന് ശേഷം പ്രമോഷൻസിന്റെ ഭാഗമായിട്ട് കൃഷി കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ.